പ്രിയമുള്ളവരെ നമസ്കാരം. സമീപനത്തിൻ്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സമ്പാദ്യവും ഇൻവെസ്റ്റ്മെൻറ്റും വ്യത്യസ്ത അവസരങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. എനിക്ക് പരിചയമുള്ള ഒരു ടീച്ചറാണ്, ഒരു സ്കൂൾ ടീച്ചർ. ആ ടീച്ചറിന് ഇതുപോലെ തന്നെ ഹലാലായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വേണം എന്നതിനോട് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഹലാലായിട്ടുള്ള സ്റ്റോക്കുകൾ വാങ്ങാനുള്ള ഓപ്ഷനുണ്ട്, ഹലാലായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങാനുള്ള ഓപ്ഷനുണ്ട്, ഹലാലായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാലോ അല്ലെങ്കിൽ സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യാലോ എന്നുള്ള ഡിഫറെൻറ്റ് ഓപ്ഷൻസ് കൊടുത്ത്. അപ്പോൾ ആ ടീച്ചർക്ക് അതിനൊരു 4-5 വർഷമായിട്ട് കൃത്യമായിട്ട് എല്ലാം കഴിഞ്ഞ ഒരു 25,000 രൂപയൊക്കെ ഉള്ള ശമ്പളമുള്ളൂ. അപ്പോൾ എല്ലാ ചിലവുകളും കഴിഞ്ഞ ടീച്ചറിൻ്റെ കയ്യിൽ ആകെ കിട്ടുന്ന 2,000 രൂപ 3,000 രൂപയാണ് മാസം മിച്ചം കിട്ടുന്നുള്ളൂ. ആ മിച്ചം കിട്ടുന്ന പൈസ ആ ടീച്ചർ കൃത്യമായിട്ട് കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്ത് പോവുകയാണ്. ആ എമൗണ്ട് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഇപ്പോൾ ഒരു നല്ലൊരു എമൗണ്ട് ആയി മാറിയെന്ന്. നിങ്ങൾക്കറിയാം, ഗോൾഡ് കഴിഞ്ഞ ഒരു 5 വർഷത്തിൻ്റെ ഇടയിലൊക്കെ ഡബിളിൻ്റെ മേളിൽ ഗ്രോത്ത് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റായി അത് മാറി എന്നുള്ളതാണ്. അങ്ങനെ ഹലാലായിട്ട്. അപ്പോൾ ഇതിൽ 2 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ പറ്റുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്. 2, ഇത് മുസ്ലിം വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് ഹലാലായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരുപാട് ഓപ്ഷൻസുകളും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണെന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള 2 ഭയവും മാറ്റി വച്ചിട്ട് എല്ലാ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളും ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും മാസാമാസം മിച്ചം വെക്കുന്ന ഒരു ശീലം, ഒരു ഹാബിറ്റ് അത് നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള മേഖലയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം എന്നുള്ളതാണ്. ചെറിയ ഫണ്ട് ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. ഇനി എന്തൊക്കെ ഓപ്ഷൻസുകളാണ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിക്കുള്ളത്? 1, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. 2, സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യാം. 3, മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. 4, നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള പ്രമുഖമായിട്ടുള്ള കമ്പനികളുടെ ഷെയറുകൾ വാങ്ങി ആ കമ്പനികളുടെ ഭാഗമാകാം, പാർട്ട്നേഴ്സ് ആവാം. 5, നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റിൽ മൊത്തമായിട്ട് വലിയ പ്രോപ്പർട്ടികളൊന്നും വാങ്ങാതെ റിയൽ എസ്റ്റേറ്റിൽ തന്നെ നിങ്ങൾക്ക് ഷെയർ വാങ്ങാനുള്ള അവസരങ്ങളുണ്ട്. ചെറിയ എമൗണ്ട് കൊടുത്തിട്ട് റിയൽ എസ്റ്റേറ്റിൽ ഷെയർ വാങ്ങാനുള്ള ഓപ്ഷൻ. അപ്പോൾ ഈ ഇങ്ങനെ 5 മേജറായിട്ട്, വേറെയും പല ഓപ്ഷൻസുകളുണ്ട്, പക്ഷേ 5 മേജറായിട്ടുള്ള ഓപ്ഷൻസുകൾ ചെറിയ എമൗണ്ട്, അതായത് ഒരു ആഴ്ചയിൽ ഒരു 500 രൂപ വെച്ചിട്ടൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് തന്നെ വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ഗോൾഡിലായാലും സിൽവറിലായാലും സ്റ്റോക്കിലായാലും മ്യൂച്വൽ ഫണ്ടിലായാലും അതുപോലെ തന്നെ REITs, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്യാം. മിനിമം ഒരു 500 രൂപയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഇന്ന് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഏതൊരു സാധാരണക്കാരനും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, വരുന്ന എപ്പിസോഡുകളിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ എത്തരത്തിലാണ് സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾ, അതായത് അല്ലെങ്കിൽ ഹലാലായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുന്ന ആളുകൾ ഏതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി കാണാം. നന്ദി, നമസ്കാരം.